ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കമ്പനിയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണില്ലേ. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെയില്ല. ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന കാലം അത്രയും നമ്മൾ ഭയക്കേണ്ട ഒരു സംഭവമാണ് ഈ ഹാക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഹാക്കിങ് നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ മാത്രമല്ല, സ്മാർട്ട് ഡിവൈസസിൽ ഏതിലും ഹാക്കിംഗ് ഉണ്ടാവും. സ്മാർട്ട് ടി വി, സ്മാർട്ട് വാച്ചസ്, അങ്ങനെ ഏത് സ്മാർട്ട് ഡിവൈസുകളിലും ഈ ഹാക്കിംഗ് ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്മാർട്ട് ഫോണുകളിൽ ഉണ്ടാകുന്ന ഹാക്കിംഗ് എങ്ങനെ തടയാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അധികം ലാഗിങ് ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ ഹാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 തരമുണ്ട് കേട്ടോ. ഈ വാട്സാപ്പ് വഴിയും പിന്നെ അതുപോലെ തന്നെ ഇമെയിൽ വഴിയും പിന്നെ മെസ്സേജസ് വഴിയൊക്കെ ഇങ്ങനെ ഓരോ മെസ്സേജുകൾ ഇങ്ങനെ വരും. ഒരു ലിങ്കൊക്കെ കൊടുത്തിട്ട് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ലോൺ കിട്ടും പറഞ്ഞിട്ടൊക്കെ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളെ ഡിവൈസ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. അതായത് ഈ ഹാക്കർ എന്ത് ചെയ്യുന്നറിയോ? ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് ആൻഡ്രോയിഡ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഹാക്കർ എന്ത് ചെയ്യും? ആ ഒരു ലിങ്കിൽ എന്ത് ചെയ്യും? ഒരു കോഡ് ഇൻജക്റ്റ് ചെയ്യും. അതായത് ആൻഡ്രോയിഡ് ഡിവൈസിലെ പ്രൈവറ്റ് സെറ്റിങ്സ് ആക്സസ് ചെയ്യാനായിട്ടുള്ള ഒരു കോഡ് ഇൻജക്റ്റ് ചെയ്യും. അങ്ങനെ ഇത് നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള കോഡ് എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ ആ ആൻഡ്രോയിഡ് സെറ്റിങ്സിനകത്തുള്ള ഹാക്കറിന് വേണ്ട പ്രൈവറ്റ് സെറ്റിങ്സ് എല്ലാം എനാബിൾ ചെയ്യും. ഓക്കെ, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രൈവറ്റ് സെറ്റിങ്സ് അവിടെ ആക്സസ് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഡിവൈസ് ഹാക്ക് ചെയ്യപ്പെടുന്നത്. ഇനി ഇത്തരത്തിൽ ലിങ്കുകളുള്ള മെസ്സേജ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ആ ഒരു മെസ്സേജിനകത്ത് വന്നിട്ടുള്ള ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഭവം ഗൂഗിളിൽ പോയിട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫസ്റ്റ് വരുന്ന ആ ഒരു സൈറ്റ് ഉണ്ടല്ലോ, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ബൈ URL എന്നുള്ള ഓപ്ഷൻ എനാബിൾ ചെയ്യുക. എന്നിട്ട് അവിടെ താഴെ നിങ്ങൾക്ക് ആ ഒരു URL പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കുന്നതാണ്. ആ URL ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് ചെക്ക് കൊടുക്കുക. ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെബ്സൈറ്റിൻ്റെ ഒരു സ്വഭാവ പ്രവണത അവിടെ കാണിക്കുക. അതായത് അത് ഫിഷിംഗ് സൈറ്റ് ആണോ, പിന്നെ അതുപോലെ തന്നെ മാൽവെയർ കണ്ടന്റ് ഉണ്ടോ എന്നുള്ള സകലമായ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക, മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.